എന്താ സംഭവം എന്താ രാവിലെ കട തുറക്കാൻ വന്നപ്പോ നമ്മുടെ പിള്ളേർ വന്ന് പറഞ്ഞു എന്നെ കട ലാലേട്ടനെ പോലുള്ളത്. മോഹൻലാൽ ഫാൻസ് ലാലേട്ടൻ പുതിയ പടത്തിന്റെ ഉദ്ഘാടനം. അപ്പൊ എന്നോട് പറഞ്ഞൊരു 10 മിനിറ്റ് ലാലേട്ടനെ പോലെ 500 രൂപ. ഓ അങ്ങനെ നിന്ന് കൊടുത്തത്. എല്ലാ ജംഗ്ഷനിലും ഉണ്ട് ഇതല്ല. കഴിഞ്ഞ അപ്പുറത്തെ ജംഗ്ഷനിലെ ഇത് ഉണ്ടായിരുന്നു സംഭവം. നിനക്കൂടെ പുഷ്പാഭിഷേകം നടത്തിക്കൊണ്ട് കൊള്ളാം. അപ്പുറത്തെ ഒരു പാലഭിഷേകം കൊണ്ട് നടത്തിയത്. എനിക്ക് ഞാൻ കുളിച്ചാണ് ജോലി എന്താടാ എന്ത് എന്ത് എന്നെ വിളിച്ച്? അയ്യോ നിന്നെ വിളിച്ചല്ലേ എടാ, എന്നെ ജീവിക്കാൻ അനുവദിക്കും. നീ പോടാ, നിന്റെ ജോലി നോക്കണം. നീ എന്റെ തൊട്ടടുത്ത് കടയും കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവമേ, ഇവ എന്നെ ഒരു രീതിയിൽ ജീവിക്കാൻ അനുവദിക്കത്തില്ലല്ലോ. എടാ നിനക്ക് ഞാൻ വല്ല ദ്രോഹം ചെയ്തോ? നീ ആ ഫ്രൂട്ട്സ് പോയി നോക്കിയാ പോരെ? പോ ചെന്ന് നിന്റെ ജോലി നോക്കും. പോ. കിലോ 10. കൈനീട്ട് എന്റെ വക. കിലോ 10 ആണെങ്കിൽ 1 കിലോ ആപ്പിൾ എനിക്ക് വേണ്ട. വേണ്ടേ? അതിന്റെ ഇടയിൽ ഒരു ഹാഫ് മുങ്ങി കിടക്കണം, ഞാൻ കണ്ടില്ല. കേട്ടാ, നീ നിന്റെ കാര്യം നോക്കിയാ. വാ ആടി വാ ചേട്ടാ, ഓടി വാ ചേട്ടാ, പൂവച്ച നിക്കർതരാം. എങ്ങനെ? ആടി വാ ചേട്ടാ, ഓടി വാ ചേട്ടാ, പൂവച്ച നിക്കർതരാ. ഇതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. എടാ ഇത് ഏതാ മാസം? ആടി മാസം. ഇതാണ് ആടി സെയിൽ. ഓ അങ്ങനെ. അത് മാത്രല്ലേ, എടാ തുണിക്കച്ചവടത്തിന് ഇങ്ങനെ കുറച്ച് സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? നീ ഈ പഴങ്ങളൊക്കെ വെച്ചോണ്ട് പോയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നീ നിന്റെ ജോലിക്ക് പോടാ. ഈ മനുഷ്യന്മാരെന്ന് പറയുന്ന ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ A, B, C, D കിട്ടും. ആദ്യത്തെ 3 എണ്ണം കിട്ടിയില്ലെങ്കിലും അവസാനത്തത് കിട്ടും. എന്തോ ഇടി, അത് നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ലെങ്കിലും ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കും, പക്ഷെ തുണി ഉടുക്കാതെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. അതറിയാമോ? അത് മാത്രമല്ല, പുരാണങ്ങളിൽ പോലും ഈ വസ്ത്രത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എവിടെ? ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് കൃഷ്ണ എന്ന് ദ്രൗപദി വിളിച്ചപ്പോ ശ്രീകൃഷ്ണൻ കൊടുത്തത് ഫ്രൂട്ട്സ് അല്ല, വസ്ത്രമാണ്. അതും ഒരുപാട്. നീ നിന്റെ ജോലിയൊക്കെ പോടാ. ഞാൻ ഒരു കാര്യം ചോദിക്കാം, നീ കച്ചവടം പഠിപ്പിച്ചാരാണ്? എന്നെ കച്ചവടം പഠിപ്പിച്ചത് എന്റെ മാമനാണ്. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പനയില്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന ലാട്ട് ഖാലിയാക്കൽ, ബോംബെ, അഹമ്മദാബാദ്, കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ഭയങ്കര സംഭവം പുള്ളി. ആപ്പിളിനെ കുറ്റം പറയരുത്. ആപ്പിൾ ഇല്ലായിരുന്ന ഗുരുത്വാകർഷണം എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. നീ പറഞ്ഞ കേട്ടാ തോന്നും ആപ്പിളാണ് കണ്ടുപിടിച്ചത്. എടാ അത് ഐസക് ന്യൂട്ടനാണ് കണ്ടുപിടിച്ചത്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതുകൊണ്ടല്ലേ ഗുരുത്വാകർഷണം എല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയ. ലോകത്ത് ഏറ്റവും വില കൂടിയ ഫോൺ ഏതാണ്? ആപ്പിൾ. ഓ അങ്ങനെയൊക്കെ ഉണ്ട്. നീ വല്ല കച്ചവടം നടത്തിയാ വൈകുന്നേരം നമുക്ക് 2 അടിക്കാൻ പോകും. പ്രളയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? കുറച്ച് അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, പിന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. കുറച്ചുകൂടെ പോയ സെക്രട്ടേറിയറ്റ്. ഈ തിരുവനന്തപുരത്തെ പാളയത്തെ കുറിച്ചല്ലേ ചോദിച്ചേ? അയ്യോ, തിരുവനന്തപുരത്തെ പാളയത്തെ കുറിച്ചല്ലേ ചോദിച്ചാ? പിന്നെ നമുക്ക് പ്രളയത്തെ കുറിച്ച് പറയാൻ തിരിക്കുന്നത്. ഇവിടെ 2 പ്രാവശ്യം വന്നു, പക്ഷെ ജനങ്ങൾ പഠിച്ചില്ല. പഴയതുപോലെ തന്നെ വെട്ടും കൊത്തും അടിയും ഇടിയും രാഷ്ട്രീയവും തർക്കവും പെൺവാണിയവും എല്ലാം അതേപോലെ. ഒരു മാറ്റവും ഇല്ല. പിന്നെ ആ പാടുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സഹായിച്ച്. പക്ഷെ നമ്മളെ പോലുള്ള വഴിയോര കച്ചവടക്കാർക്ക് ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ നൗഷാദിക്കാരന്. പിന്നെ പുള്ളിയല്ലേ ഹീറോ എന്നല്ലേ? ആരാ? എങ്ങനെ? മനസ്സിലായില്ല. RAYAN. രായൻ. അത് തന്നെ. എന്താണ് രായൻ? നിനക്ക് എന്ത് വേണം? അല്ല, എന്റെ വർക്ക് സംബന്ധമായിട്ട് എനിക്ക് ഒരു ഡ്രസ് വേണമായിരുന്നു കേട്ടോ. പാന്റ്, മുണ്ട്, അല്ല ബർമുഡ. അതല്ല, ഇത്ര ഇറക്കം വരും. ഇങ്ങനെ ഇറക്കം വന്നിട്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരും. ഇങ്ങനത്തെ വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പാളക്കരയിൽ നിൽക്കറ്. അതെ, അങ്ങനെയും പറയാം. എന്താ ജോലി? എന്താണ്? കോക്കനട്ട് ഗെയിം, തെങ്ങ് കയറ്റം. അങ്ങനെയും പറയാം. നിങ്ങൾ തന്നെ തെങ്ങ് കയറുന്നത്? അതിന് ബംഗാളി ഉണ്ടല്ലോ. അപ്പൊ നിങ്ങള്? ഞാൻ മലയാളി. അപ്പൊ കണ്ട്രാക്ക്. അങ്ങനെയും പറയാം. അത്യാവശ്യമാണ്. അത്യാവശ്യമാണ്. ഗോഡൌണിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഗോഡൌണില് അവിടെ നിന്ന് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ വാങ്ങി. ഞാൻ നോക്കാം, എടുത്തോണ്ട് അവിടെ ഫ്രൂട്ട്സ് ഐറ്റം ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് കൊടുത്താൽ മതി. അല്ല, അവിടെ നല്ല കിടിലം ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ട്. ആണോ? അയ്യോ, ഓറഞ്ച് ഓപ്പിളും ഒക്കെ. ഇത് വേണ്ട എനിക്ക് പറ്റത്തില്ല. സോറി, ഇത് വേണ്ട, എനിക്ക് വേണ്ട. അതെ സംഭവേ റയറാണ്. ഇച്ചിരി വില കൂടുതലാണ്. അങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുക്കാറില്ല. എന്തെങ്കിലും സാധനം വേണമെങ്കിൽ വേറെ കുറച്ച് ഡ്രസ്സും കൂടെ വേണം കേട്ടോ. ചേട്ടാ കുറച്ച് ഫ്രൂട്ട്സ് വേണം. എന്താ വേണ്ട?
ആപ്പിള് എത്ര? ആപ്പിൾ 150 ഉള്ളൂ. ഓറഞ്ചോ? ഓറഞ്ച് 100. മുന്തിരി? മുന്തിരി 40 രൂപ മേഡം. പഴം? പഴം 60 രൂപ കിലോ. എല്ലാത്തിനും ഓരോ കിലോ ആ ശരി മേഡം ശരി. നല്ല ഫ്രഷ് ആണ് കേട്ടോ, ഫ്രഷ് ആണ്. കേടുണ്ടോ? കേടൊന്നുമില്ല, നല്ല സൂപ്പർ ആപ്പിൾ അല്ലേ. എത്ര? മേഡം 320. എത്ര? 180. ചേച്ചില്ല. ഡേയ് ചില്ലറ ഉണ്ടോ? അയ്യോ ഇവിടെ ആദ്യം അവസ്ഥ ഇല്ലേ? ഇല്ല, ചില്ലറയിൽ എന്റെ ആകെ 500 രൂപയുള്ളൂ. എത്ര രൂപയ്ക്ക് വാങ്ങിച്ച്? ഒരു 180 ബാലൻസ് കൊടുക്കണം. 180 കൊടുക്കണോ? അതെ. ഇവിടെ 180 രൂപയ്ക്ക് വാങ്ങിച്ച് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാറിയെടുക്കാം. കുഴപ്പമില്ല മാഡം, ചില്ലറ ഇല്ലാത്തതുകൊണ്ടാണ്, ഒന്ന് തോന്നരുത്. അതെ, ഒരു കാര്യം, ഞങ്ങൾ മാറിയെടുത്തോളാം. പിന്നെ ഒരു 180 രൂപ അവിടെ കൊടുത്തേക്ക്. ആ മാഡം കൊടുത്തേ. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. റായൻ മനസ്സിലായോ? വരൂ, കം പ്ലീസ് കമാൻ കമാൻ ബഡി. മാറി തന്നാൽ മതി. ഓ മാറി ഒരു രക്ഷപ്പെട്ട്. ചില്ലറയൊക്കെ മാറി വെച്ചോണ്ടാണ് ഇരിക്കുക കേട്ടോ. യവനൊക്കെ വേറെ ജോലി ഇല്ലാതെ രാവിലെ രണ്ടും കൂടെ ഇവിടെ ബഹളം. എന്റെ കണ്ണൊന്ന് തെറ്റിയാ നീയൊക്കെ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? പറഞ്ഞാട്ടൊന്നും 2 കടയിലെ മുതലാളിയാണ് വന്നിരിക്കുന്നതെന്ന്. എടാ, നിനക്ക് നീ ഇവിടെ വന്ന് വിളിച്ച് വിട്ടു തന്നാലേ നിനക്ക് ഞങ്ങൾ കാശ് തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് നീ ഇത്ര നേരം അവിടെ ചെന്ന് കിടക്കായിരുന്നു. അല്ല ഇത് ഭാര്യ പിണങ്ങിപ്പോയി. അതാണ് ഇത്ര വിഷമം. വിഷമമൊന്നുമില്ല. പിന്നെ കുറച്ചു മുമ്പ് വിളിച്ച് ബസ് സ്റ്റോപ്പിൽ ചേട്ടാ ഞാൻ വീട്ടിലോട്ട് വരണമെന്ന്. എന്ത് അങ്ങനെ. കഷ്ടം ആലോചിച്ച് നോക്കണം. ഒന്നാളിയാ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, പിള്ളേർ പോലും ഇല്ല. ഞാനിപ്പോ എന്ത് ഇവിടെ ഇതൊന്നും അറിഞ്ഞൂടാതെടാ കല്യാണം കഴിക്കാൻ പോയത്. വിളിച്ചാണ് വന്ന് ജോലി തുടങ്ങാൻ പോയാണ്. പഴം 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 പഴം. അത് പഴമാണെന്ന് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇങ്ങനെ വിളിച്ചു വിട്ടാൽ നിനക്ക് കാശും തരാൻ പറ്റില്ല. നീ ഇതാ എന്റെ തുണികളും കൂടെ ചേർത്ത് വിളി. അവന് കച്ചവടം നടക്കണ്ടേ? അവന്റെ ഞാൻ തരാൻ പൈസ ഇല്ലേ? പിന്നെ അവൻ രണ്ടും കൂടെ വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, നീ വിളിച്ചു വിട്ടാൽ നിനക്ക് കാശ് തരത്തുള്ളൂ. പെട്ടെന്ന് പഴം തുണി പഴം തുണി പഴം തുണി പഴം തുണി ഒന്നും ഇത് പഴം തുണിയൊന്നുമല്ല. ഇത് ഞാൻ ഇന്നലെ ഇറക്കിയ തുണിയാണ്, പുതിയ തുണി. ഇത് ഇങ്ങനെയാണ് കച്ചവടം. രണ്ടും കൂടെ ഇങ്ങനെ പറഞ്ഞു. ആദ്യം അവന് വിളിക്കാം, എന്നിട്ട് നിനക്ക് വിളിക്കാം. വെറുതല്ല. പഴയ പഴം പഴയ പഴം പഴയ പഴം അല്ലടാ, പുതിയ പഴം പുതിയ പഴം പുതിയ പഴം പുതിയ പഴം പുതിയ പഴം പുതിയ പഴം. ഇനിയൊരു പുതിയ പഴം പുതിയ പഴം ഇനിയൊരു പുതിയ പഴം. മതിയാടെ മതി, ഇങ്ങനെ മതിയാ. അടിപൊളി. ആൾക്കാർ വാങ്ങിക്കും. നല്ല പഴം. രായ എന്ത് പറ്റിയടാ? റായൻ അതറിയാം. ഞാൻ അപ്പുറത്തേക്ക് പോയി, അവിടെ ചില്ലറ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത് എവിടെ നിന്ന് കിട്ടുമെന്ന്. ഇത് ഈ ഭാഗത്തൊരു ചില്ലറ വിൽപ്പനശാലയുണ്ട്. അവിടെ വേറെയും കടകളുണ്ട്. അത് രായ, ഇത് സംഭവം എന്താ പറയുക, നേരത്തെ ഒന്ന് സാധനം വാങ്ങിച്ചു, ചില്ലറ ഇല്ലായിരുന്നു. ചില്ലറ മാറാൻ വേണ്ടിട്ട് നടക്കണേന്ന്. പിന്നെ ഒന്ന് ഗൾഫ് ഞാൻ പൈസ കൊടുക്കണം. പൈസ വാങ്ങിച്ചപ്പോ നിങ്ങൾ എല്ലാരും കുടിച്ചല്ലേടാ? രവി, എന്തുണ്ട് വിഷയം? രാവിലെ വന്ന് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും നടന്നില്ല. അതെ, ഒരു നിമിഷം. അല്ല, ഇങ്ങനെ വന്നൊരു കാര്യം. ഞാൻ വരില്ല. ഇങ്ങനെ വന്നൊരു കാര്യം. ഞാൻ വരില്ല. സുഖമല്ല നിൽക്കുകയാണ്. എന്ത് പറ്റി? കാലിന് മന്ത് പന്തും വെച്ചോണ്ടിരിക്കാൻ എന്താ ബസ്സിയ? അതല്ല, മന്ത് രോഗം ആണോ? മന്ത് എവിടെ? പടരും ആണോ? പകരും. എങ്കിൽ പിന്നെ നീ അനങ്ങാന്നില്ലേ? അതെ. എടാ പിന്നെ എടാ രവി, ഇവിടെ പിന്നെ ഈ കസ്റ്റമറിനെയൊക്കെ വിളിച്ചു കയറ്റുന്ന ഒരു കക്ഷി ഉണ്ടല്ലോ, സൈമൺ. എടാ, അവൻ എന്റെ ഒരു 10,000 രൂപ വാങ്ങിച്ചിട്ട് കുറെ നാളായി. ഇത്രയും ദിവസമായിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. തന്നെ? അവിടെ റേഞ്ച് കാണൂല. എവിടെ? അവൻ ഇവിടെ ഇല്ല. എവിടെ പോയി? അവൻ ഇടുക്കിയില്ല. ഇടുക്കിയില്ല. അവിടെ എന്താ? കൃഷി. എന്ത് കൃഷി? അതാ അവനെ അറിയാവൂ. അവനെ അറിയാവൂ. അത് എടാ, ഇപ്പൊ അവിടെ കാലാവസ്ഥ എങ്ങനെ? കാലാവസ്ഥ ഇപ്പൊ അതിനകത്തിരിക്കുന്ന അവനല്ലേ അറിയാൻ പറ്റൂ. അല്ല, അവിടെ ചെന്നിരിക്കുന്ന അവനല്ലേ അറിയാൻ പറ്റുള്ളൂ. അത് ശരി. പിന്നെ അവൻ ഫോണെങ്ങനെ വിളിക്കുമ്പോൾ അവൻ പ്രത്യേകം പറയണം. അവിടെ ഉരുൾപൊട്ടലൊക്കെ ഉള്ള സ്ഥലവാ. മണ്ണിടിച്ചിലുണ്ട്. ഇല്ല, കുഴപ്പമില്ല. പറയാം, പുള്ളി പൈസ അങ്ങ് എത്തിക്കാൻ പറയാം. അതാ ഞാനങ്ങോട്ട് പോട്ടെ. മന്ത് അവിടെ തന്നെ ഇല്ല കേട്ടാ. എടാ, എഡിറ്റ് വാടാ, അവൻ പോയടാ ഇറക്കാം. എവിടെ പോയിരിക്കണം പറഞ്ഞ? നീ ഇടുക്കി പോയിരിക്കുന്ന പറഞ്ഞേ. അടക്കട്ടി ചാടി ചത്താതിയായിരുന്നളയാ. ഇങ്ങനെ ഉണ്ട്.
എന്ത് വെച്ചാ എന്റെ പൊന്നിയായിട്ട് അവിടെയൊക്കെ പെട്ട് ചില്ലറ കിട്ടിയില്ല. തന്നെ? ഇനി ഞാനിപ്പോ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ പോയായിരുന്നോ? അവിടെയൊക്കെ പോയി കുറച്ച് പ്രൈവറ്റ് റോഡിലൊക്കെ പോയായിരുന്നു? അവിടെ പോയില്ല. അവില്ല. എന്നാ പിന്നെ അങ്ങോട്ട് പോയി നോക്കി, ചിലപ്പോൾ കിട്ടും. കിട്ടും. ആര്? ഓ എന്തൊരു ലാഗാവണ പോകട്ടെ. എന്ത് ചേട്ടൻ മനുഷ്യനെ കൊല്ലിക്കാനായിട്ട് പോ. അല്ല ഇവന്റെ പേരെന്തെന്ന് പറഞ്ഞ ഈ ഇവന്റെ പേര് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞത് അവനെ കൊണ്ട് പറ്റുള്ളൂ. മതി തന്നെ. സാർ നമസ്കാരം സാർ. ആപ്പിൾ സൂപ്പർ ആപ്പിളാണ് സാർ. കഴിച്ചു നോക്കണം സാർ. കാശ്മീർ ആപ്പിളാണ്. സൂപ്പർ, അടിപൊളി, ഭയങ്കര മധുരം കേട്ടോ. 1 കിലോ എടുക്കണേ സാർ. ഓറഞ്ച് എങ്ങനെയാണ്? ഓറഞ്ച് അടിപൊളിയാണ് സാർ. നാഗ്പൂർ ഓറഞ്ച്. നാഗ്പൂർ കഴിക്കും സാർ. കഴിച്ചു നോക്കണം. സൂപ്പറാണ്. അടിപൊളി, നല്ല മധുരം, സൂപ്പർ ടേസ്റ്റ്. 1 കിലോ എടുക്കല്ലേ സാർ? വേണ്ട വേണ്ട. വേണ്ട. മുന്തിരി എങ്ങനെ? മുന്തിരിയാണ്. ബാംഗ്ലൂർ മുന്തിരി. ബാംഗ്ലൂർ മുന്തിരി. കഴിച്ചു നോക്കണം സാർ. കഴിച്ചു നോക്കണം. ഒരു മിനിറ്റ്. ഉഗ്ര മധുരമാണ്. സൂപ്പർ, അടിപൊളി. അടിപൊളി taste. 1.5 കിലോ എടുക്കല്ലേ സാർ? ഈ ബനാന എങ്ങനെയാണ്? ബനാന അടിപൊളി ബനാന അല്ലേ? സൂപ്പർ ബനാന. പിന്നെ ഈ വരവ് ബനാന അല്ലല്ലോ? നാടൻ മണികണ്ട വിളയിലെ നല്ല നല്ല ബനാനയാണല്ലേ? എങ്ങനെയുണ്ട് സാർ? ഓ, സൂപ്പർ നാടക. അടിപൊളി അടിപൊളി. എടുക്കല്ലേ സാർ? 1.5 കിലോ വേണ്ട. അല്ല ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് 2 കിലോ വെച്ച് എടുക്കട്ടെ സാർ? വേണ്ട. എന്ത് സാർ വേണ്ടത്? ഞാനേ അപ്പോഴത്തെ നിയാസിന്റെ കടയിൽ വന്നോ, അപ്പൊ അവൻ പറഞ്ഞു ഇവിടുത്തെ എല്ലാം പുളിയും വലിപ്പമുള്ള ഓറഞ്ച് ആകണമെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇത് വാങ്ങിക്കാൻ വന്നല്ല നീ? അല്ല, നിനക്കിത് വേണ്ട. വേണ്ട. എന്താ നീ വേണ്ട നിനക്ക്? ഇത്രയും സാധനം വെട്ടി പറക്കി തന്ന് വായിക്കാത്ത കുത്തി ഇറക്കിയതല്ല. അപ്പൊ നിനക്ക് വേണ്ട ഉടുപ്പിന് കാണിച്ചോ? അല്ലല്ല അവരെ ഞാൻ കോംപ്രമൈസ് ചെയ്യാം. നീ സമാധാനപ്പെടും. നീ അടങ്ങ്. നീ ഇങ്ങനെ ഒരു കസ്റ്റമർ എടുത്ത് ഇങ്ങനെയാണോ? അതെ, ഇങ്ങനെ കാര്യം പറയട്ടെ. പാവപ്പെട്ടവനാണ്, 2 പെൺകുട്ടികളാണ്, ലോണിനാണ് ഈ കടയിട്ടിരിക്കുന്നത്. 1 കിലോ വെച്ച് വാങ്ങണം. അയ്യോ വേണ്ട. വേണ്ട. അല്ല അങ്ങനെ പറയല്ലേ. പറയട്ടാടോ, സമാധാനം വേണ്ടേ? ഇതെന്ത് സംഭവം? ഉളുപ്പുണ്ടോ? നല്ല പുളിപ്പുണ്ട്. അതല്ല ഇങ്ങനെ ഓസര തന്നാ ഉളുപ്പുണ്ടോന്ന്. ഞാൻ പറഞ്ഞില്ലേ, ആ വെട്ടിമുറിച്ചിട്ടതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് 1 കിലോ വാങ്ങണം. എക്സ്ക്യൂസ് മീ ബ്രദർ, എനിക്കിത് വാങ്ങിക്കണം താല്പര്യമുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ കാശില്ല, നോ മണി. എങ്ങനെ? എന്റെ കയ്യിൽ കാശില്ല, നോ മണി. കാശില്ലാതെ ആണോ ഇത് തിന്നാൻ വേണ്ടിയിട്ട് നീ ഇഞ്ഞു വന്ന? കാലിപ്പടിക്കല്ലേ? കാലിപ്പടിക്കല്ലോ. അയ്യോ വെള്ളം വേണോ നിനക്ക്? വെള്ളം വേണം. നീ അതും കൂടെ ഞാൻ ഒഴിച്ചു തരാം നിനക്ക്. ജ്യൂസ് കൂടെ. നീ നൈസായിട്ട് ഒത്തുതീർപ്പാക്കി തരുമെന്ന് വിചാരിച്ചപ്പോഴേ ഇത്ര നൈസായിട്ട് ഒത്തുതീർപ്പാക്കി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു. വല്ലാത്ത സമാധാനം ഒരാളെ സംസാരമായി പേളിയാ നിന്റെ. അയ്യോ സമാധാനം പറയുന്നത് അങ്ങനെയാണ്. എന്താണ് ഇത്? നിങ്ങൾ ഒരുത്തൻ കാരണം രാവിലെ മുതൽ വൈകുന്നേരം അടുത്ത ചില്ലറ കിട്ടിയില്ല. പിന്നെ അവിടുത്തെ പൂക്കടയിൽ ചെന്ന് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിച്ച ചില്ലറ തരാന്ന്. അങ്ങനെ 2 ഹാരവും വാങ്ങിച്ച് എനിക്ക് ചില്ലറയും കിട്ടി, ഞാൻ എവളെയും കെട്ടി, എനിക്കൊരു ജീവിതമായി. അതെ, അപ്പൊ നമ്മളെ കാര്യമോ? നിങ്ങളുടെ കാര്യം ഗോവിന്ദ.